ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നാടൻ മട്ടൻ കറിയുടെ നല്ല ടേസ്റ്റി റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് മട്ടൻ കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3/4 കിലോ മട്ടൻ നന്നായി കഴുകിയെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ നമുക്ക് കുക്കർ അടപ്പത്ത് വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് മട്ടൻ കറിക്കൊക്കെ വളരെ ടേസ്റ്റി. കാരണം നാടൻ കറികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണ ചേർക്കുകയാണ് നല്ലത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 3 ചുവന്നുള്ളി അരിഞ്ഞത്, ഒരു ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായി വഴറ്റി ഫ്രൈ ചെയ്യണം. നല്ല കളറ് മാറി ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ചെടുത്ത് വച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇതിനെ കൂടി നന്നായി വഴറ്റിയെടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് വേഗത്തിൽ വഴറ്റിയെടുക്കാം. നല്ല വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കാം. ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വറുത്ത് വച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയുമാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ നന്നായി വറുത്തെടുത്തതാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ കഴുകി വച്ചിരിക്കുന്ന മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടൺ ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 2-3 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, ഇവ കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിക്കാം. ഇത് നന്നായി തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുക്കർ നന്നായി തിളച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 2 വിസിൽ വന്നതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് സിമ്മിലിട്ടാണ് വേവിച്ചെടുത്തത്. ഇപ്പോൾ വേവിച്ച് വച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല ടേസ്റ്റിയായ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ നമുക്ക് ആവശ്യമുള്ള വെള്ളത്തിൽ, ഇത് ഇനി വെള്ളം കൂടുതലാണെങ്കിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം.
ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, വളരെ ടേസ്റ്റിയായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.